വിമത വിഭാഗം അമ്മയുടെ അടുത്ത പ്രസിഡന്റായി മുന്നിൽ കാണുന്നത് നടി ഉർവശിയെയും ജനറൽ സെക്രട്ടറിയായി ജഗദീഷിനെയുമാണ്. ഈ മാറ്റം സാധ്യമായാൽ ഡബ്ല്യുസിസിയിലെ പാർവതി അടക്കമുള്ളവര് വീണ്ടും അമ്മയിലെ അംഗങ്ങളാകും. മലയാള സിനിമയിലെ കരുത്തുള്ള നടിയാണ് ഇന്ന് ഉർവശി. സൂപ്പർ താരങ്ങളെ അടക്കം ചോദ്യം ചെയ്യാന് കരുത്തുള്ള വ്യക്തിത്വം. ഈ സാഹചര്യത്തിലാണ് ഡബ്ല്യുസിസിയിലെ ഉള്ളൊഴുക്ക് ഉർവശിക്ക് അനുകൂലമാകുന്നത്. ഉർവശി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എല്ലാവരും അംഗീകരിക്കുന്ന വനിത അമ്മയെ നയിക്കണമെന്ന പൊതുവികാരമാണ് ഉയരുന്നത്. ഉർവശിയെ പൃഥ്വിരാജ് അടക്കം പിന്തുണയ്ക്കും. എന്നാൽ പൊതുസമ്മതയെന്ന നിലയിൽ ഉർവശി മത്സരിക്കാൻ എത്തുമെന്നാണ് സൂചന. ബംഗാളി നടിയുടെ മീടു ആരോപണത്തിന്റെ പശ്ചാത്തലത്തില് സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്നും മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തികളിലെ ഒരാളാണ് ഉർവശി. അല്ലാത്തപക്ഷം അത് നടിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഉർവശി പറഞ്ഞു. രഞ്ജിത്ത് മാറിനിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും ദുരനുഭവം നേരിട്ട നടിക്കൊപ്പം സർക്കാര് നിൽക്കണമെന്നും രഞ്ജിത്തിനെതിരായുള്ള നടിയുടെ ആരോപണം തള്ളിക്കളയാനാകില്ലെന്നും ഉർവശി വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് അമ്മ തെന്നി മാറരുതെന്നും ശക്തമായ നിലപാട് വേണമെന്നും ഉർവശി വിശദീകരിച്ചിരുന്നു. ഇത്രയും ശക്തമായ നിലപാടെടുത്ത മറ്റൊരു മുഖ്യധാരാ നടിയും അമ്മയിലില്ല. അഭിനയ തികവില് ഏറെ അംഗീകാരങ്ങള് വാങ്ങിയ ഉർവശിക്ക് സംഘടനയെ നയിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് വിലയിരുത്തല്. അമ്മയുടെ താക്കോല് സ്ഥാനം പ്രസിഡന്റ് പദമാണെന്നാണ് വപ്പ്. അതുകൊണ്ടാണ് ഉർവശിയെ ഈ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടുന്നത്. ജഗദീഷ് ജനറൽ സെക്രട്ടറിയായാല് അമ്മയിലെ ദൈനംദിന പ്രവർത്തനവും സുഗമമായി നടക്കും. ഈ ഫോർമുലയാണ് അമ്മയിലെ മാറ്റങ്ങള് സാധ്യമാക്കിയ കൂട്ടർക്കുള്ളത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതോടെ ജഗദീഷിനെ ആ സ്ഥാനത്തെത്തി കാണാനായിരുന്നു ഒരു വിഭാഗം ആഗ്രഹിച്ചത്. എന്നാല് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിലേക്കാണ് പദവി താൽക്കാലികമായി എത്തിയത്. സംഘടനയുടെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് അംഗത്തിന് മാത്രമേ പിന്നെയും ജനറൽ സെക്രട്ടറിയായി ഈ ഭരണസമിതിയിലെ എത്താന് കഴിയുമായിരുന്നുള്ളൂ. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന വനിതകളും എക്സിക്യൂട്ടീവിലും ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ബാബുരാജിനെ വെട്ടിലാക്കി പീഡനാരോപണമെത്തിയത്. ഈ പീഡന പരാതിയില് SP ശശിധരന്റെ സ്ഥിരീകരണം കൂടിയെത്തിയതോടെ വെല്ലുവിളി കൂടി. അമ്മയുടെ താക്കോല് സ്ഥാനത്ത് ജഗദീഷ് തന്നെ വേണമെന്ന ചിലരുടെ ആഗ്രഹപ്രതിഫലനം കൂടിയാണ് അമ്മയിലെ കൂട്ടരാജി. ഇതോടെ ഭാവിയില് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോള് ഏത് പദവിയിൽ വേണമെങ്കിലും എത്താന് ജഗദീഷിന് കഴിയും. എന്നാല് ജഗദീഷാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചില കേന്ദ്രങ്ങള് വിലയിരുത്തുന്നുണ്ട്. ഇനി ജഗദീഷ് ഒരു പദവിയില് എത്തരുതെന്ന ചർച്ചയും ഇവര് തുടങ്ങിക്കഴിഞ്ഞു. വിശാല ചർച്ചകൾക്ക് ശേഷമേ ജഗദീഷ് അമ്മയിലെ ഭാവി ഭാരവാഹിത്വത്തില് തീരുമാനമെടുക്കൂ. മമ്മൂട്ടിയും മോഹൻലാലും ഇനിയൊരു ചർച്ചയിലും ഭാഗവാക്കാകില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിലെ നടൻ പൃഥ്വിരാജ് മുന്നോട്ടുവച്ച വനിത നേതൃത്വം എന്ന ആശയത്തിനൊപ്പമാണ് ജഗദീഷും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജി ഉണ്ടാകുന്നത്. പ്രസിഡന്റ് മോഹൻലാല് അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുകയും അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതിന് പിന്നില് പുതിയ നേതൃത്വം വരട്ടെയെന്ന ലാലിന്റെ നിർദ്ദേശത്തിന് പ്രസക്തി കിട്ടുകയും ചെയ്തു. നടിയുടെ ലൈംഗിക ആരോപണങ്ങളില് കുരുങ്ങി നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. പിന്നാലെ സംഘടനയെ നയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ബാബുരാജും കഴിഞ്ഞ ദിവസം ലൈംഗിക ആരോപണങ്ങളില് കുടുങ്ങി. ഇതോടെ അമ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലായി എന്നതാണ് വസ്തുത.